തിരുവനന്തപുരത്ത് നിന്നുള്ള എം പിയായ ശശി തരൂർ കോൺഗ്രസിൻ്റെ എം പിയായ കോൺഗ്രസിൻ്റെ സീറ്റിൽ നിന്ന് മത്സരിച്ച് തിരുവനന്തപുരത്ത് നിന്നും എം പിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശശി തരൂർ വീണ്ടും തലവേദനയാകുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക്. 1975 ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ക്രൂരതകൾ വിവരിച്ചും വിമർശിച്ചും ലേഖനവുമായി കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം ശ്രീമാൻ ശശി തരൂരിൻ്റെ ഈ ലേഖനത്തിൽ ഇന്ദിരാഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ മകനായ സഞ്ജയ് ഗാന്ധിക്കുമെതിരെയും വിമർശനങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം 1977 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയെയും പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി ജനം അടിയന്തരാവസ്ഥയ്ക്ക് മറുപടി നൽകിയെന്ന് തരൂർ ലേഖനത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ ദാരിദ്ര്യ ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹിയുള്ള നഗര കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി. കൂടാതെ ലക്ഷക്കണക്കിന് പുരുഷന്മാരെ നിർബന്ധിത വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരെയും കള്ളക്കേസിൽ കുടുക്കി അടിച്ചൊതുക്കി. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തും ആകമാനം അഴിമതിയും അക്രമവും നിറഞ്ഞാടി. ഇങ്ങനെയെല്ലാമാണ് ലേഖനത്തിൽ ശശി തരൂർ കുറിച്ചിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം കോൺഗ്രസ് പാർട്ടിയെ ചൊടിപ്പിക്കുകയാണ് ശ്രീമാൻ ശശി തരൂർ. അതിനിടയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുവാൻ ഏറ്റവും യോഗ്യൻ താനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇതിനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് ശശി തരൂർ എത്രയും വേഗം മോഡി സ്തുതികൾ നിർത്തി, RSS സ്തുതികൾ നിർത്തി, പുകഴ്ത്തൽ നിർത്തി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിലെ അംഗങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്, നാടിനും നാട്ടുകാർക്കും വിജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ വക്താക്കൾ വ്യക്തമാക്കുന്നത്. മോദിയുടെ മക്കളിൽ നിന്നും കനത്ത സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ശശി തരൂർ തൻ്റെ സ്തുതികൾ, തൻ്റെ BJP പുകഴ്ത്തലുകൾ തുടരുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ശശി തരൂരിന് എതിരാണ്. ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും താനുമായി പ്രശ്നമുണ്ടെന്ന് തരൂർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ ശശി തരൂർ BJP ചായ്വ് പ്രകടിപ്പിക്കുന്നത്?